ഇത്ര സോഫ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കിയാലോ? അതും അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ, നമ്മുടെ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നത്. കണ്ടു നോക്കാം. നമ്മുടെ കോഴിക്കൂട്ടിൽ നിന്ന് തന്നെ വന്ന് നമുക്ക് മുട്ട എടുക്കാം. ഇത്താണ്ടേ ഇന്നത്തെ മുട്ട സെക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചീസുകൾ ഓരോന്നായിട്ട് വയ്ക്കും. ഇതാണ് നമ്മുടെ പാലക്ക്. ചീരകളിൽ ഏറ്റവും കേമൻ ഇവൻ തന്നെ. നല്ല മൂത്ത് ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാത്ത പാലക്കാണിത്. ഇവരെല്ലാം മൂത്ത് റെഡി ടു ഹാർവസ്റ്റിന് വേണ്ടി നിൽക്കുന്നവരാണ്. എനിക്ക് ഇളയ കുട്ടികളുമുണ്ട്. ഇവർ അതിന് താഴെയുള്ളവരാണ്. മറ്റവർ തീർന്നു കഴിയുമ്പോഴേക്കും ഇവർ റെഡിയായി വരും. ഇന്ന് നമ്മൾ ഇതാണ് ഓംലെറ്റിന് എടുക്കുന്നത്. എല്ലാം നല്ല മൂത്ത് നിൽക്കുകയാണ്. ജസ്റ്റ് അതിലെ ഏറ്റവും നല്ല ഇല നോക്കി കുറച്ചില മാത്രം നമുക്കിങ്ങ് എടുക്കാം. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ഡെയിലി വന്ന് എടുക്കത്തേ ഉള്ളൂ കേട്ടോ. യെസ്, അപ്പം ഞാൻ ഇത്ര എടുത്തു. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇന്നത്തെ ഒരു നല്ലൊരു ഓംലെറ്റിന് ഇത്രയും മതി. നമ്മളിന്നുണ്ടാക്കുന്നതേ ഈ പാലക്ക് വെച്ച് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണല്ലോ. അതിനാവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡെയിലി പറിച്ചെടുക്കാം. ഇങ്ങനെ നിൽക്കുകയല്ലേ, അപ്പം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കോഴിക്കൂട്ടിൽ നിന്ന് തന്നെ വന്ന് നമുക്ക് മുട്ട എടുക്കാം. ഇത്താണ്ടേ ഇപ്പം നമുക്ക് കിട്ടിയ മുട്ടകളാണ് ഇത്രയും. ഇതിൽ നമുക്ക് 3 മതി. ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം. നമുക്കിവിടെ നല്ല മൂത്ത് പഴുത്ത തക്കാളി നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതുകൂടെ അങ്ങ് എടുത്തേക്കാം. നമ്മൾ എരിയില്ലെങ്കിലേ ഒരു സാധനത്തിന് പോലും രുചിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് എരിക്ക് വേണ്ടിയിട്ട് മുളകെടുക്കണം. ഇതൊക്കെ നല്ല മൂത്ത് നിൽക്കുകയാണ്. ഇവിടെയുണ്ട്. എല്ലാ ചീനിയിലും മുളകുണ്ടായി കായ്ച്ചു നിൽക്കുന്ന ചീനികളാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ പാലക്കിന് നല്ല പോലെ റണ്ണിങ് വാട്ടർ കഴുകണം. എത്രത്തോളം നമ്മുടെ ഫാമിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞാലും ചെലന്തി വലയും അഴുക്കും പല പല ഇൻസെക്ട്സും ഒക്കെ കാണും. നല്ലതുപോലെ റണ്ണിങ് വാട്ടർ കഴുകുക. പിന്നെ നമ്മുടെ മുളക്, പിന്നെ നമ്മുടെ ടൊമാറ്റോ. സബോളയെ ഒരെണ്ണം മതി. അടുത്തത് നമ്മുടെ ഫ്രഷ് പാലക്ക്. അതും നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചോപ്പ് ചെയ്ത ഓണിയനും പാലക്കും ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തത് നമ്മുടെ ടൊമാറ്റോ. നല്ല ജ്യൂസി ടൊമാറ്റോ ആണ്. അത് 2 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ടും ഇതുപോലെ തന്നെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മുടെ എരിവിനുള്ള മുളക്. അത് തീരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിടണം. ഒരെണ്ണം മതി, കാരണം എരി കൂടി പോകണ്ട. നമ്മൾ കുറച്ച് പെപ്പർ കൂടി ഇടുന്നുണ്ടല്ലോ. ഇനി മുട്ട 3. ഈ സമയമേ നമ്മുടെ എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രി സെൽഷ്യസിൽ വെറും 5 മിനിറ്റ്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക്, നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മുട്ട നന്നായിട്ട് പതഞ്ഞ് എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ആകണം.
ഇനി ഒരു സ്ലൈസ് ചീസ് എടുക്കുക, കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വരയുക. തലങ്ങും വിലങ്ങും എല്ലാം വരഞ്ഞു വിടുക. എയർ ഫ്രയറിൻ്റെ ട്രേക്കകത്തോട്ടെ ഈ സിലിക്കോൺ ലെയർ ട്രേ വയ്ക്കണം. അതിനുശേഷം ഓയിൽ സ്പ്രേ ചെയ്യണം. ഞാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇങ്ങനൊരു ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട പാലക് മിക്സ് ഈ ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാണാൻ നല്ല ഭംഗിയല്ലേ, എല്ലാം ഒരു മൾട്ടി കളേർഡ്. അടുത്തതായിട്ടേ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, അത് ഓരോ കൊച്ചു കൊച്ചു പീസസ് ഇതിൻ്റെ മുകളിലങ്ങ് നിരത്തി നിരത്തി വെക്കുക. ഇനി നമ്മുടെ ട്രേയോടുകൂടി എയർ ഫ്രയറിനകത്ത് വയ്ക്കുക. അന്നത്തെ 5 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ ഓണാക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്കെടുത്ത് നോക്കാം. സോ നമ്മുടെ ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിവനെ എടുത്തൊന്ന് മുറിക്കാം. നമ്മുടെ എയർ ഫ്രയറേ നല്ല പഴുത്ത് ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് വെളിയിലേക്ക് എടുത്തത്. ഈ സിലിക്കൺ ട്രേയുടെ അടി പിടിച്ച് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഓംലെറ്റ് ഈസി ആയിട്ട് ഇങ്ങനെ ഇളകി പോരും. ഒരൊറ്റ പീസായിട്ട് ഒരപ്പം പോലെ ഇങ്ങനെ പോരും. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഓംലെറ്റ് ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഓരോ ട്രയാങ്കുലർ പീസായിട്ട് നമ്മുടെ കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ച് നമുക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചുണ്ടാക്കിയ ഒരു ഉഗ്രൻ ഓംലെറ്റ് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞില്ല, ഇനി വാഷിംഗ് ഉണ്ട്. പിന്നെ ഇത്ര ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ച് 2 പാത്രം, ഒരു ബൗളും ഒരു സിലിക്കോൺ ട്രേയും, പിന്നെ ഒരു പിച്ചാത്തി. ഇതെല്ലാം നമ്മുടെ ഡിഷ് വാഷറിൽ ഒന്നിച്ചങ്ങ് കഴുകിക്കോളും. പാത്രം കഴുകാനേ ഇവനേക്കാളും കെമൻ വേറെ ആരുമില്ല. കഴിഞ്ഞ 8 വർഷമായിട്ടേ ഇവൻ എൻ്റെ കൂടെ ഉണ്ട്.